ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു 3-4 മാങ്ങയുണ്ട്. ഇത് ഇച്ചിരി ചെനച്ച് മാങ്ങയാണ്, അതുകൊണ്ട് നമുക്കൊന്ന് പച്ചടി ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പം നമുക്ക് വേണ്ടത് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പം നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുവേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടാണ്, കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ ഞാൻ. ചെനച്ചതായതുകൊണ്ട് പുളി അധികം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ശകലം തൈരും കൂടി ചേർക്കേണ്ടി വരും ഇതിൽ. അപ്പോൾ നമുക്കിത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. കുറച്ച് ചെനച്ച് പോയി വാങ്ങാം. ഇതെല്ലാം കൂടി ഒന്ന് ഉരച്ചെടുക്കാം കേട്ടോ. നല്ലോണം ഇതെല്ലാം ഉരച്ചെടുത്തിട്ട് നമുക്ക് ചട്ടിയിലിട്ട് വഴറ്റിയെടുക്കണം. ഞാൻ അപ്പോഴേക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും കൂടി ഒന്ന് ഉരച്ചെടുക്കാനുണ്ട് കേട്ടോ. അതും കൂടി ഉരച്ചെടുത്തിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കത്തിക്ക് ഇങ്ങനെ ചീവി ഇട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചനച്ച് പോയത് കാരണം ഒരു ഉരയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെനച്ചാൽ ഒരു ചെറിയ പുളിയൊക്കെ ഉണ്ട് കേട്ടോ മാങ്ങക്ക്, അതുകൊണ്ട് കുഴപ്പമില്ല. ചട്ടിയിലിടുമ്പോൾ വഴന്നു വന്നോളൂ. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കതിലേക്ക് 2-3 പച്ചമുളക് കീറിയിടാം. കീറിയല്ല, ചെറുതായിട്ട് അരിഞ്ഞിടാം. പച്ചമുളക് ഇത്തിരി എരിവ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിത് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. സ്റ്റൗ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. കുറച്ച് തേങ്ങ എടുത്തതിലേക്ക് കുറച്ച് കടുക് ഇടണം. നമുക്ക് കടുക് വേണമല്ലോ പച്ചടി ഉണ്ടാക്കാനായിട്ട്. കുറച്ച് കടുക് മതി കേട്ടോ, ഇത്രയും മതിയാവും. ഇതിലേക്ക് ഞാൻ 2 ജീരകം ഇടുന്നുണ്ട്. അധികം നല്ല ഒരു ടേസ്റ്റിന് വേണ്ടിയാണത്. ഒരു കുറച്ച് ജീരകം കേട്ടോ. അപ്പോൾ ഇതിവിടെ മാറ്റി വയ്ക്കാം. നമുക്കിതൊന്ന് ചട്ടി ചൂടായിട്ടുണ്ട്. വഴറ്റാനായിട്ട് കടുക് പൊട്ടിക്കാം. കടുക് ഇട്ട് കൊടുക്കാം.
കടുക് പൊട്ടി കഴിയുമ്പോൾ ഈ മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണം ഇതിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. പച്ചമണമൊക്കെ പോകും. അപ്പോഴേക്കും നമുക്ക് അത് വഴന്ന് കിടന്നോട്ടെ. തീ കുറച്ച് വയ്ക്കാം. മിക്സിയുടെ ജാറിനകത്തോട്ട് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ടിട്ടില്ല ഞാൻ. ഉപ്പിട്ടരയ്ക്കാമെന്ന് ഓർത്ത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പുളി കുറവായിരിക്കും ചെനച്ചത് കൊണ്ട് ഞാൻ കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഒന്ന് അരച്ചെടുത്തോട്ടെ. വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങയും വെന്തിട്ടുണ്ടാവും. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലിട്ട് കൊടുക്കാം. ഉപ്പ് പുളിയൊക്കെ നോക്കട്ടെ. എന്നിട്ട് വേണം കുറച്ചും തൈര് ചേർക്കാൻ. ശകലം തൈരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് മധുരമായതുകൊണ്ടാണ് തൈര് ചേർക്കണം, അല്ലെങ്കിൽ തൈര് ചേർക്കേണ്ട ആവശ്യമില്ല. ഒന്നും കൂടി കറക്കിയെടുത്തോട്ടെ കേട്ടോ. കറക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിക്കാം. പാത്രം ഒന്ന് കഴുകിയെടുത്തോളാം. ശകലം ഉപ്പും കൂടി വേണ്ടി വരും. നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. സ്റ്റൗ ഓഫാക്കുവാണ്.
നമ്മുടെ സ്വാദിഷ്ടമായ പച്ചടി റെഡിയാണ്. പഴയ കാലത്തെ പച്ചടിയും കറികളും എല്ലാം നല്ല രസമാണ്. ഇപ്പം എല്ലാവരും വരുത്തി കഴിക്കുന്നതുകൊണ്ട് ടേസ്റ്റ് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് ഈ പച്ചടിയൊക്കെ എന്ത് ടേസ്റ്റാണ്. ഇതൊക്കെ ചോറും തിന്നാനായിട്ട് എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയാം. ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ ടേസ്റ്റാണത്. അടിപൊളി. ഇതുണ്ടാക്കി നോക്കി കഴിച്ചു നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആദ്യമായിട്ട് വരുന്നവർ കാണുന്നവർ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നല്ല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.